വെള്ളം തിളയ്ക്കുമ്പോൾ മസാല ഇട്ട് പട്ട ഗ്രാമ്പും എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് 2 തുള്ളി അത് ഒഴിച്ച്, പിന്നെ ഒരു കുറച്ച് ഉപ്പ് ഞാൻ ഒന്നിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നിട്ട് ചെറുതായിട്ടൊന്നിടാം ഉപ്പ്. ഇത് ഈ വെള്ളം നല്ലതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് തിളച്ച് അരി അങ്ങോട്ട് അരി ഇട്ടിട്ട് ഒരു 1/4 വേണ്ട 1/2 വേവാകുമ്പോഴത്തേക്ക് ഊറ്റിയെടുക്കണം. ഈ മസാലയെല്ലാം നമ്മളിട്ട് എല്ലാം പട്ട ഗ്രാമ്പു എല്ലാം വെള്ളത്തിൽ ഇട്ട് ഈ ചോറിനകത്ത് കിടക്കുമ്പോഴത്തേക്ക് എല്ലാ മസാലകളും ഇതും അരിയെ പിടിക്കും. എന്നിട്ട് ഹാഫ് വേവാകുമ്പോഴത്തേക്കും അരി ഊറ്റുക. നമുക്കൊരു ക്രിസ്മസ് ബിരിയാണി. അതിനാവശ്യമായ സാധനങ്ങൾ ഇതൊക്കെയാണ്: സവാള 2 സവാള അരിഞ്ഞത്, രമ്പയില, ഉണക്കമുന്തിരി, കാഷ്യൂനട്ട്, മല്ലിയില. പിന്നെ മസാലയൊക്കെ നമ്മൾ നേരത്തെ ചോറിൻ്റെ കൂടെ ഇട്ട് അത് ഇനി ഇടണമെന്നില്ല. പിന്നെ നമ്മൾ അരിയിട്ട് നല്ലതായിട്ട് വേവിച്ച് വാർത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഇതായിട്ടിരിക്കുന്നു. ഓക്കെ, ഇത്രയാണ് വേണ്ടിയ സാധനങ്ങൾ. അല്ലാതെ വേണ്ടിയവർക്ക് ബിരിയാണി എസൻസോ അങ്ങനെയൊക്കെ ഇതുകൊണ്ട് നമ്മളൊന്നും ചേർക്കുന്നില്ല. ഞാൻ നെയ്യല്ല ഒഴിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നെയ്യല്ല, സൺഫ്ലവർ ഓയിൽ. ഇതാദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ഒപ്പിച്ചെടുക്കാം. ക്രിസ്മസ് കാഷ്യൂനട്ടും വറുത്തെടുക്കാവേ. അടുത്തായിട്ട് ചെയ്യേണ്ടത് സവാള മൂപ്പിച്ചെടുക്കണം. നാടൻ സ്റ്റൈലിലുള്ള ഒരു ഇതാണ് കേട്ടോ. അതിൻ്റെയൊക്കെ കുച്ചിലൊക്കെ ഉണ്ടാക്കി അച്ചാച്ചൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ഓർമ്മയിൽ ചെയ്യുന്നതാണ്. അവരുണ്ടാക്കുന്ന പോലെയാണ് പഴയ ഇത്. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോഴത്തെ ഇതൊന്നും കൊള്ളില്ല, കുറേ മസാലയും ചേർത്ത്. ഇത് നിങ്ങൾ ഉണ്ടാക്കണം, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് തന്നെയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് മെസ്സേജ് ഇടും. നമ്മൾ ട്രൈ ആയിട്ട് വെച്ച് ചോറ് തിളപ്പിക്കുമ്പോഴും വേണമെങ്കിൽ ഇടാം, പക്ഷെ നമ്മളത് ചെയ്തില്ല. ഭയങ്കര നല്ലതായിരിക്കും. സ്പൂൺ നെയ്യ് മതി, ഇത്തിരി നെയ്യ് വേണ്ട. സ്പൂൺ ഈ ഒരു തവിക്ക് ഒരു തവി. ഇതിന് എന്നിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ വേവിൽ എടുക്കണം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ബിരിയാണിയാണ്. ഇപ്പോൾ നാടൻ ബിരിയാണി ആയിട്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ക്രിസ്മസിനൊക്കെ നല്ല സൂപ്പർ സ്റ്റാർ ആകണമെങ്കിൽ വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കുന്നത് സിമ്പിളാണ്. നമ്മളൊരു ചിക്കൻ കറിയും കൊണ്ടാണ് ബിരിയാണിയും മറ്റും ഫ്രൈഡ് റൈസിനും ഉണ്ടാക്കിയത്. അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ല. ആദ്യം കറി വെച്ചിട്ട് അതിനകത്ത് നിന്ന് കുറച്ചെടുത്തിട്ട് വഴറ്റി നല്ല ഇതാക്കിയെടുക്കണം.